ഇന്ന് നമുക്കേ രണ്ട് മുരിങ്ങയിലൊക്കെ അങ്ങ് എടുക്കാവേ. ഒരു ചാറുകറി ഉണ്ടാക്കണം. ഒരു കപ്പ് പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിരുന്നതാണ്. ഒരു പിടുത്തം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 3 ചെറിയുള്ളി ചതച്ചത്, ഒരു തക്കാളി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിയില, പിന്നെ ചെറിയ ജീരകം. ഇതൊക്കെ തന്നെയാണ് വേണ്ടിയേ. ആദ്യം തന്നെ നമുക്കൊന്ന് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പിട്ട് കൊടുത്തേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി. കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ ഇങ്ങോട്ട് വരട്ടെ. നന്നായിട്ട് പരിപ്പ് വേകണം കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കണ്ടേ. പരിപ്പൊക്കെ ഇവിടെ റെഡിയാണ്, വെന്ത് കേട്ടോ. സ്റ്റവ് ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ചെറിയ ജീരകം കേട്ടോ. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ലേശം പേസ്റ്റ്, സവോള ഉണ്ടോ, ഒരു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതൊന്ന് ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിടാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നപ്പോൾ കണ്ടോ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. നമ്മുടെ പരിപ്പിനകത്ത് മഞ്ഞൾ ചേർത്താണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ്, എരിവിന് പാകത്തിന്. ഞാൻ ഈ ചെറിയ സ്പൂണിന് 2 സ്പൂണാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടിയാണ്. അടത്തി വെച്ചിരുന്ന മുരിങ്ങയില. ഒന്ന് വാടിയാൽ മതി കേട്ടോ. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് മൂടി വെച്ചേക്കാം. ഒരൊറ്റ തിളയൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ പരിപ്പും മുരിങ്ങയിലയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ. ഇനി ഇതിലേക്ക് ലാസ്റ്റത്തെ ഒരു പരിപാടിയാണ്, കുറച്ച് മല്ലിച്ചപ്പിടുക. നമ്മുടെ പരിപ്പ് മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.